ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ രാജ്യം വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളും വിശ്വാസങ്ങളും ഒക്കെ ആചരിച്ചു പോരുന്ന, എന്നാൽ എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് വിശ്വസിക്കുന്ന, ആ വിധത്തിൽ പഠിപ്പിച്ച് വളരുന്ന ഒരു മനോഹരമായ രാജ്യമാണ്. ഈ രാജ്യത്തിലെ എല്ലാവരും ദേശത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരും ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കാംക്ഷിക്കുന്നവരുമാണെന്നുള്ളത് നമുക്കറിയാം. ഈ അടുത്ത സമയത്ത് നമ്മളൊക്കെ ഏറെ ബഹുമാനിക്കാറുള്ള RSSൻ്റെ സർവ സംഘ് ചാലകായിരിക്കുന്ന ബഹുമാനപ്പെട്ട മോഹൻ ഭഗവത്ജി പഴയ നമ്മുടെ ഒരു ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ പേരിൽ ഒരു പ്രസ്താവന പറയുകയുണ്ടായി. നമ്മളൊക്കെ ഒരുപാട് ആദരിച്ചിട്ടുള്ള വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നാലും അദ്ദേഹം പിന്നീട് രാഷ്ട്രീയത്തിലേറെ തിളങ്ങി നമ്മുടെ രാഷ്ട്രപതിയായി തീർന്ന ബഹുമാനപ്പെട്ട പ്രണവ് മുഖർജിയാണ്. അദ്ദേഹം പറഞ്ഞത്രേ, ഈ ഗർവാപ്പസി നടത്തിയത് കൊണ്ട് നമ്മുടെ രാജ്യത്തിലെ ഈ ഭീകരവാദങ്ങൾ കുറയ്ക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഭീകരവാദം ഇവിടെ വർദ്ധിക്കുമായിരുന്നു. അത് ക്രൈസ്തവരെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ക്രൈസ്തവർ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലും കാടുകളിലും മേടുകളിലൊക്കെ പാർക്കുന്ന ട്രൈബൽ വിഭാഗത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന രീതിയെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ ക്രൈസ്തവ സമൂഹം ചെയ്യുന്ന മതപരിവർത്തനം ദേശത്തിന് ദ്രോഹകരമാണ് എന്നുള്ള ആ അർത്ഥത്തിൽ തന്നെയായിരുന്നു മോഹൻ ഭഗവത്ജി ഈ കാര്യം പറയുവാനിടയായത്. അപ്പോൾ അതിനെക്കുറിച്ച് ചാനൽ ചർച്ചകളിലൊക്കെ ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുകയും വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ പലരും പറയുകയുണ്ടായി. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ മീഡിയ വണ്ണിലെ അജിംഷ് നടത്തിയതായിട്ടുള്ള ഒരു ചർച്ചയാണ്. അജിംഷ് ആങ്കറായിരുന്നുകൊണ്ട് നമ്മുടെ കത്തോലിക്ക സമൂഹത്തിന് വേണ്ടിയിട്ട് സംസാരിച്ച, കത്തോലിക്ക ആത്മായ കൂട്ടത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ സംസാരിച്ച ശ്രീ കന്നഡി കരിമ്പങ്കാലായാലും, അതേപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും പ്രതിനിധികളുണ്ടായിരുന്നു. എന്നാൽ സീനിയർ ജേർണലിസ്റ്റ് ആയിരിക്കുന്ന എനിക്കേറെ ബഹുമാനമുള്ള ഫിലിപ്പ് സാറും അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശ്രീ കന്നഡി കരിമ്പങ്കാലയുമായി അന്ന് രാത്രിയിൽ തന്നെ ഞാൻ ഫോണിൽ സംസാരിക്കുകയുണ്ടായി, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അദ്ദേഹം ഉരുണ്ടുമറിയുകയും ചരട് വലിക്കുന്നതിൽ ഒരുപാട് വ്യഗ്രത കാണിക്കുകയൊക്കെ ചെയ്തതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടാണ് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും ശ്രീ കരിമ്പങ്കാല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ലഭിച്ച തലയ്ക്കടി ഏറ്റതുപോലെയുള്ള ഒരു സംഭവമായിരുന്നു മോഹൻ ഭഗവത്ജിയുടെ. അതിനെക്കുറിച്ച് അജിംഷ് ചോദിച്ചപ്പോൾ അരി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പയർ ഇരുന്നാഴി എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം ഉരുണ്ട് പിടയുകയായിരുന്നു. യാതൊരു കാരണവും കൂടാതെ വേറൊരു സ്ഥലത്തെക്കുറിച്ചുള്ള വിഷയം എടുത്ത് കരിമ്പങ്കാല സാർ ഇങ്ങനെ വട്ടം കറങ്ങുന്ന, പമ്പരം കറങ്ങുന്നത് പോലെ വട്ടം കറങ്ങുന്ന ഒരു കാഴ്ചയായിരുന്നു എനിക്ക് ആ ചാനൽ ചർച്ചയിൽ ഉടനീളം കാണുവാനായിട്ട് സാധിച്ചത്. അജിംഷി ചോദിച്ച രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പറയുന്നു ഇവിടെ RSS നിങ്ങളുമായി വളരെ സൗഹാർദ്ദപരമായിട്ടാണ്, BJP നിങ്ങളുമായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ട് നിലനിൽക്കുന്നു, എന്നാൽ അതോടൊപ്പം തന്നെ ഇവിടുത്തെ ക്രൈസ്തവർ ചെയ്യുന്നതായിട്ടുള്ള മതപരിവർത്തനം ദേശദ്രോഹമായിട്ട് കാണപ്പെടുന്നു, അതിനെക്കുറിച്ചുള്ള വിശകലനമാണ് വേണ്ടതെന്ന് പറയുമ്പോൾ അതിന് മറ്റെന്തൊക്കെയോ പറഞ്ഞ് അദ്ദേഹം തടി തപ്പാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അജിംഷി ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുമായിട്ട് നല്ല സഹിത്വമുള്ള കൂട്ടരാണല്ലോ ഇവർ, അങ്ങനെയാണെങ്കിൽ പാലക്കാട് സംഭവിച്ച ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ സംഭവത്തെക്കുറിച്ചുള്ള അഭിപ്രായം. അപ്പോൾ ശ്രീ കരിമ്പങ്കാല വളരെ കൃത്യമായിട്ട് പറയുന്നു, അതിനവർ മാപ്പ് പറയണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് അവർ പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇവർ മാപ്പ് പറയുമെന്ന് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നു, പക്ഷേ പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അത് BJPക്ക് ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയാണ്. VHP വിശ്വ ഹിന്ദു പരിഷത്ത് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയായിരിക്കും BJPക്ക് നൽകിയത്. അതൊക്കെ അവരുടെ ഇൻറ്റേർണൽ മാറ്റേഴ്സ്, അതല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം ഇന്ത്യയിൽ ഈ ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിൽ സുവിശേഷവുമായിട്ട് പോയിട്ടുള്ള ആളുകൾ സുവിശേഷം പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ആരാണ് ഇവിടെ ദേശദ്രോഹികളായി തീർന്നത് എന്നറിയാനുള്ള കൊതിയാണ്. ബഹുമാനപ്പെട്ട മോഹൻ ഭഗവത്ജി പറഞ്ഞതായിട്ടുള്ള വസ്തുതകൾ അത് സത്യത്തിന് നിരക്കാത്തതാണെന്നുള്ളത് പ്രണവ് മുഖർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകൾ എന്നോട് പറയുവാനിടയായി. ഞാൻ അന്വേഷിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ പ്രസിഡൻ്റായിരുന്ന വ്യക്തി, മാത്രമല്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറെ തിളങ്ങിയതായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹം ക്രൈസ്തവരെക്കുറിച്ച് അങ്ങനെ പറയുവാൻ സാധ്യതയുണ്ടോ? അപ്പോൾ എന്നോട് കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ട സമുന്നതരായ നേതാക്കന്മാരും അല്ലാത്ത പാർട്ടിയിലില്ലാത്ത ചില ആളുകളും പറഞ്ഞത്
ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറയുകയില്ല അച്ഛാ. കാരണം അദ്ദേഹത്തിൻ്റെ ധാരാളം പുസ്തകങ്ങൾ, കൃതികൾ, അതേപോലെ തന്നെ ധാരാളം പ്രഭാഷണങ്ങൾ പലയിടങ്ങളിൽ നടന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും ക്രൈസ്തവരെ അപമതിക്കുന്ന വിധത്തിൽ, അപമാനിക്കുന്ന വിധത്തിൽ, അവരെ ഇകഴ്ത്തുന്ന വിധത്തിൽ ഒരു പ്രസ്താവന പോലും വിട്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് 10 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം മരിച്ചതിന് ശേഷം 10 വർഷം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു പ്രസ്താവനയുമായിട്ട് ശ്രീ മോഹൻ ഭഗവത്ജി രംഗത്തേക്ക് വന്നിരിക്കുന്നത്? അപ്പോൾ ഇത് വ്യക്തമാക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്രൈസ്തവ സമൂഹം ഈ ഭാരതത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എത്രയോ വിലമതിക്കാവുന്നതാകുന്നു എന്ന് നമ്മുടെ എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തിനും അറിയാം. ആദരണീയനായിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിജി 2 വർഷങ്ങളിൽ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് പതിവില്ലാത്ത രീതിയിൽ ക്രൈസ്തവരുമായിട്ട് അടുക്കുവാനുള്ള, പ്രത്യേകിച്ച് മലയാളി ക്രൈസ്തവരുമായിട്ട്, സുറിയാനി പാരമ്പര്യം പറയുന്ന ക്രൈസ്തവരുമായിട്ടുള്ളൊരു അടുപ്പത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ചങ്ങാതത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഇവിടെ പല അരമനകൾ സന്ദർശിക്കുവാനോ അല്ലെങ്കിൽ മെത്രാന്മാരുമായിട്ടൊക്കെ സംവാദിക്കാനോ ഒക്കെ താല്പര്യം കാണിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ എന്തോ ഒരു വലിയ സദുദ്ദേശത്തോടു കൂടെ നമ്മുടെ രാജ്യത്ത് ക്രൈസ്തവരെ എല്ലാവരും ചേർത്ത് പിടിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഇവിടെ ഒരു കൂട്ടരെ വളരെ കൃത്യമായിട്ട് പ്രൊപ്പഗൻഡ ചെയ്യുകയുണ്ടായി. അപ്പം അതിനെല്ലാം ഘടകവിരുദ്ധമായിട്ടാണ് BJP സർക്കാരിൻ്റെ അല്ലെങ്കിൽ BJPയുടെ കോർ ടീമായിരിക്കുന്ന RSSൻ്റെ ദേശീയ നേതാവ് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഞാൻ പറഞ്ഞത്, BJPയുമായിട്ടുള്ള ബന്ധത്തിൽ ക്രൈസ്തവർ അടുത്തു വരുന്നത് ഒരു പക്ഷെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാകുകയില്ല. രണ്ടാമത്തേത്, ക്രൈസ്തവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് രാജ്യത്തുണ്ടാകുന്ന പുരോഗതി മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ കണ്ണാടിയിലൂടെ അവർ നോക്കുമ്പോൾ ഒരു കാരണവശാലും അവർക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല. കാരണം ചാതുർവർണ്ണ്യം മാത്രമല്ല, അസ്പൃഷ്ടത വീണ്ടും പുനഃസ്ഥാപിക്കണം അല്ലെങ്കിൽ വീണ്ടും സ്ഥാപിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പല നോർത്ത് ഇന്ത്യയിലുള്ള സവർണ മത നേതാക്കന്മാരെല്ലാം തന്നെ ഈ കാലഘട്ടത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മനുസ്മൃതി മടക്കിക്കൊണ്ടുവരണമെന്നുള്ള വലിയൊരു ത്വര അവരുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് നമ്മുടെ ഭരണഘടന വൈദേശികമാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ നമ്മുടെ പ്രധാനമന്ത്രിജി 3ാം ഭരണത്തിലേക്ക് വന്ന സമയത്ത് ഭരണഘടനയെ തന്നെ ചുംബിച്ച് ആദരവ് കാണിച്ച് ഭരണഘടനയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൈവം എന്നുള്ള രീതിയിൽ അത് പ്രകടമാക്കുകയും അദ്ദേഹം അവതാരമായിരുന്നു എന്ന് പറഞ്ഞ വ്യക്തി സാധാരണ മനുഷ്യനാണെന്നുള്ള രീതിയിലൊക്കെ വരത്തക്കവണ്ണമുള്ള പ്രായത്തിൻ്റെ ആയിട്ടുള്ളൊരു പക്വതയൊക്കെ കാണിക്കുന്ന സമയത്തും ഇവിടെ മോഹൻ ഭഗവത്ജിയെ പോലെയുള്ള ആളുകൾ മതത്തിൻ്റെ കണ്ണാടി വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ മറ്റൊരു മതത്തെ ഇകഴ്ത്തിക്കൊണ്ട് അവർ ചെയ്യുന്നത് ദേശദ്രോഹമാണെന്ന് പറയാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ അധരങ്ങൾ ചലിച്ചുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള വിഷം എത്ര വലുതാണെന്നുള്ളത് അതിൽ കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാവുന്ന പോലെ CBCI, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ വളരെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ഒരു പ്രമേയം പാസ്സാക്കുകയും എത്തിക്കേണ്ടുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തിക്കുകയും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന്, ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു. ഇതൊക്കെ നമ്മളിൽ വളരെ ഞെട്ടലുണ്ടാക്കി. എന്നാൽ ക്രിസംഗികളായിട്ടുള്ള കേരളത്തിലെ ചില ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതിന് ഉത്തരം മുട്ടിയിരിക്കുകയാണ്. അതാണ് ഇന്നലെ ശ്രീ കെന്നഡി അദ്ദേഹത്തിൻ്റെ ചർച്ചയിൽ പറഞ്ഞത്, ഞങ്ങൾക്ക് മറുപടിയില്ല, ഞങ്ങൾക്ക് ഇത് മറ്റുള്ളവരോട് അവതരിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് അതിൻ്റെ നേതൃത്വ നിലയിലുള്ള ആളുകളോടൊക്കെ പറഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ സഹമന്ത്രിയായിരിക്കുന്ന മലയാളി ക്രൈസ്തവൻ, സുറിയാനി ക്രിസ്ത്യാനി, അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട്, അദ്ദേഹവും ഞാനും കൂടെ ഏഷ്യാനെറ്റിലെ ചർച്ചയിലാണെന്ന് തോന്നുന്നു ഇരുന്ന് ചർച്ച ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മണിപ്പൂർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാനൽ ചർച്ചയിലാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇവിടെ ക്രിസ്ത്യാനികളെ കൺവേർട്ട് ചെയ്യുന്നു, ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കുകയില്ല. എൻ്റെ പൊന്ന് സാറേ, അങ്ങ് മന്ത്രിയൊക്കെയാണ്, പക്ഷേ അങ്ങ് യോജിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് തരുന്നൊരു സ്വാതന്ത്ര്യമുണ്ട് സാറേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതപരിവർത്തനമല്ല, മറിച്ച് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അധ്വാനിക്കുക തന്നെ ചെയ്യും. കാരണം ഈ ഇന്ത്യയാക്കി എടുക്കുന്നതിൽ ഞങ്ങളുടെ പൂർവികന്മാർക്ക് ഒരുപാട് പങ്കുണ്ട് സാർ. അങ്ങേക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ കൃത്യമായിട്ട് അങ്ങോട്ട് പറയാം. നമ്മുടെ ഭരണഘടനയുടെ മൂല്യം എന്ന് പറയുന്നതായിട്ടുള്ള 4 തൂണുകളുണ്ടല്ലോ, പ്രിയാമ്പിൾ എന്ന് പറയുന്നത്, അതുപോലും ഞങ്ങളുടെ പൂർവികന്മാർ തന്നിട്ടുള്ള കാഴ്ചപ്പാടുകളാണ്. ഇവിടെ തുല്യത എന്ന് പറയുന്ന ഒരു സാധനമില്ലായിരുന്നു സർ. 72 അടി അകലത്തിൽ നിന്നാൽ മാത്രമേ ഒരു സവർണനോട്, ഏറ്റവും ദളിതനായിരിക്കുന്ന അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു മനുഷ്യന് സംസാരിക്കാൻ അവകാശമുണ്ടായിരുന്നുള്ളൂ. അതങ്ങേക്ക് അറിയത്തില്ലെങ്കിൽ അങ്ങ് വായിക്കണം സർ.
അങ്ങേക്ക് അറിയില്ലെന്ന് എനിക്കറിയാം, കാരണം ശാഖയിൽ പഠിപ്പിക്കുന്ന ഇങ്ങനെ ആയിരിക്കില്ലല്ലോ. എന്നാൽ അതായിരുന്നു പ്രായോഗിക തലത്തിൽ ഇവിടെ കൊണ്ടു നടന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ നടമാടിക്കൊണ്ടിരുന്നപ്പോൾ മാത്രമല്ല, കോണകം മാത്രം ധരിച്ചുകൊണ്ട് നടന്നായിട്ടില്ല, നിങ്ങൾക്ക് സംഘത്തിൽ പോയി കാക്കി ട്രൗസർ ധരിക്കാൻ തൊക്കെവണ്ണം, ഇപ്പോൾ അത് കുറച്ചും കൂടെ ഇറക്കമുള്ള ഒരു പാൻസായിട്ടൊക്കെ ധരിക്കാൻ തൊക്കെവണ്ണം കാക്കി കണ്ടുപിടിച്ചതും കാക്കി കളറ് നിങ്ങൾക്ക് തന്നതും കാക്കി ട്രൗസർ കൂടെ ഇടിച്ചു തന്നതും ക്രിസ്ത്യൻ മിഷണറിമാരാണ് സർ. അവർ ചെയ്തിട്ടുള്ള പരിവർത്തനം കൊണ്ടാണ് സർ നമ്മുടെ രാജ്യം ഈ രീതിയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. താങ്കൾ ഇന്ന് മന്ത്രിയായിട്ടിരിക്കുമ്പോഴും അങ്ങയുടെ ഉദ്ദേശം ഇത് തന്നെയാണെങ്കിൽ, അങ്ങയുടെ അഭിപ്രായം ഇവിടെ ക്രൈസ്തവർ മതപരിവർത്തനം നടത്തുകയും ഇവിടെ ദേശദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നാണെങ്കിൽ, താങ്കളെ ഞാൻ ഈ കാര്യത്തിലുള്ള ഡിബേറ്റിന് വേണ്ടി വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി, ഒരു സുവിശേഷകൻ, ഒരു മിഷണറി, ഒരു പട്ടക്കാരൻ, ഒരു പുരോഹിതൻ, ഒരു കന്യാസ്ത്രീ ഏതെങ്കിലും തരത്തിലുള്ള കലാപം ഇവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ, ഞങ്ങൾ അതിൻ്റെ മറുപടി പറഞ്ഞു തരാം. നിങ്ങൾ സ്റ്റാൻസാമിയെ ഫാദർ സ്റ്റാൻസാമി ഏത് വിധത്തിലാണ് ഈ ലോകത്തിൽ നിന്ന് കാലപുരിയിലേക്ക് അയച്ചെന്നുള്ളതൊക്കെ ഞങ്ങൾ വീണ്ടും പറയണമോ? ശ്രീ കരിമ്പങ്കാല തന്നെ പറയുകയുണ്ടായി, ഇവിടെ ഒറീസയിൽ വെച്ച് കൊല്ലപ്പെട്ടതായ 2 പിഞ്ചോമിനുകളും അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന ഗ്രഹാം സ്റ്റെയിൻസിനെ കുറിച്ചും ഫിലിപ്പും തിമോത്തിയും ഞങ്ങൾ മറക്കയില്ല സാർ. അവർ ഞങ്ങളുടെ രക്തത്തിൻ്റെ രക്തവും മാംസത്തിൻ്റെ മാംസവുമാണ്. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അതൊക്കെ മറക്കാൻ കഴിയും. നിങ്ങൾ പറയും ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട സംഭവമല്ല. അത് അനേകർ, ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും ഈ രാജ്യത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ ഹോമിച്ചതാണ് സാർ. നിങ്ങൾക്ക് വിദ്യാഭ്യാസം തരാൻ, നിങ്ങളെ കുഷ്ഠരോഗികളായിട്ടും ആരും നോക്കാനില്ലാതെയും നിരാലംബരായിട്ടും കാടുകളിലും പള്ളത്താക്കുകളിലും കിടന്നപ്പോൾ നിങ്ങളെ എടുത്തുകൊണ്ടുവന്ന് ഭക്ഷണം തരുവാനും നിങ്ങൾക്ക് വസ്ത്രം തരുവാനും നിങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കുവാനും വേണ്ടി അധ്വാനിച്ചവരാണ് ഞങ്ങൾ സാർ. ആ ഞങ്ങളെ നോക്കിക്കൊണ്ടാണ് നിങ്ങൾ ദേശദ്രോഹികളെന്ന് വിളിച്ചിരിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവർ നിങ്ങൾക്ക് മാപ്പ് തരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സാർ? താങ്കൾ മന്ത്രിയായിരിക്കാം, താങ്കളുടെ അനുചാരന്മാർ ഇവിടെ താങ്കൾക്കും താങ്കളുടെ കൂട്ടർക്കും ഒരു കൂട് പണിയാനായിട്ട്, ഒരു ഭരണ സംവിധാനം കൊണ്ടുതരാനായിട്ടൊക്കെ ഉദ്യമിക്കുന്നുണ്ടാകും. പക്ഷേ ഇവിടുത്തെ ചിന്താശക്തിയുള്ള ക്രൈസ്തവനും സാമാന്യ ജനവും, ക്രൈസ്തവൻ മാത്രമല്ല ഹൈന്ദവ സഹോദരങ്ങളും ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളും ഇത്തരത്തിലുള്ള നിങ്ങളുടെ പ്രസ്താവനകൾക്ക് ഒരിക്കലും മാപ്പ് തരികയില്ല സാർ. ഞങ്ങൾ നിങ്ങളെ എന്തെങ്കിലും കടുങ്കയൊന്നുമല്ല, പക്ഷേ ഞങ്ങളുടെ ഉള്ളിനെ മുറിപ്പെടുത്തുന്ന വാക്കുകളാണ് നിങ്ങൾ ഈ പ്രസ്താവനകളിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കണം ശ്രീ കരിമ്പങ്കാല, താങ്കളുടെ തലക്കേറ്റ ഏറ്റവും വലിയൊരു പ്രഹരമാണിത്. അജംഷു ചോദിച്ചല്ലോ, പാലക്കാട് സംഭവിച്ചതായ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവം, അതിന് അവർ മാപ്പ് പറയുമെന്ന് വിചാരിച്ചു, പക്ഷേ ഇതുവരെ മാപ്പ് പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് പറയാത്തതെന്നറിയാമോ? അവരുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു ഇടമില്ല സാർ. അവരുടെ ഉള്ളിൽ നിങ്ങൾ അവരുടെ ശത്രുക്കളാണ് സാർ. കാരണം അവരുടെ ഗ്രന്ഥത്തിൽ, അവര് ആചരിച്ചു പോരുന്ന ഗ്രന്ഥത്തിൽ നിങ്ങളെ ശത്രുപക്ഷത്താണ് നിർത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ക്രൈസ്തവനെ ശത്രുവായിട്ടാണ് കാണുന്നത് സാർ. ആ ശത്രുവായിട്ട് കാണുന്നവരെ എങ്ങനെ അവർക്ക് മിത്രമായി അംഗീകരിക്കുവാനും ക്ഷമ ചോദിക്കാനും സാധിക്കും? ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ, അവർക്ക് അത് വേദന ഉണ്ടാക്കിയ സംഭവമാണെന്നുള്ളത് നമ്മൾ പത്രമാധ്യമങ്ങളുടെയും പ്രസ്താവനകളിലൂടെ ഒക്കെ വായിച്ചിട്ടുള്ളതാണ്, അറിഞ്ഞിട്ടുള്ളതാണ്, അടുത്തറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ കേവലം നിസാരമായിട്ടുള്ള ഒരല്പം ആളുകൾ, മൈക്രോ മൈന്യൂട്ടായിട്ടുള്ള ആളുകൾ നിങ്ങളെ ഇപ്പോഴും ശത്രുക്കളായിട്ടാണ് കാണുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ മന്ത്രി സാറേ? അതിൻ്റെ കാരണം ഇവിടുത്തെ ക്രൈസ്തവരാണ് അവരുടെ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതെയാക്കിയത്. 72 അടി അകലത്തിൽ നിൽക്കുവാൻ, 36 അടി അകലത്തിൽ നിൽക്കുവാൻ, വീടിനകത്തേക്ക് പ്രവേശനമില്ലാതിരുന്ന അങ്ങനെയുള്ള ആളുകൾക്ക് വീട്ടിലേക്ക് മാത്രമല്ല തോളിൽ കൈയിട്ട് അവർ ഞങ്ങളുടെ സഹോദരന്മാരാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും അവരെ ആശ്ലേഷിക്കുകയും ചെയ്ത ഒരു സമൂഹം ക്രൈസ്തവ സമൂഹമായതുകൊണ്ട്, അവരുടെ കൂട്ടത്തിലേക്ക് ആളുകൾ വന്നതുകൊണ്ട് അത് അംഗീകരിക്കുവാൻ കഴിയാത്തവരാണ് സർ നിങ്ങൾക്കെതിരെ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മന്ത്രിയായിരിക്കുന്ന അങ്ങയൊക്കെ അല്പമെങ്കിലും ധാർമ്മികത ഉണ്ടെങ്കിൽ താങ്കൾ ഇതിന് മറുപടി പറയണം. താങ്കളുടെയൊക്കെ നേതാവായിരിക്കുന്ന വ്യക്തിയാണ് പറഞ്ഞത് ക്രൈസ്തവർ ഈ നാടിൻ്റെ, ഈ ദേശത്തിൻ്റെ ശത്രുക്കളാകുന്നുവെന്ന്. അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അത് അങ്ങയുടെ പിതാക്കന്മാർ ശത്രുക്കളായിരുന്നോ?
കരിമ്പങ്കാല ചാനലിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചപ്പോൾ ക്രൈസ്തവരെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു. താങ്കൾ കേട്ടോ? അത് എന്താ പറഞ്ഞതെന്നറിയാമോ? ഇവിടെ അത് എഴുതി വെക്കാനായിട്ട്, അങ്ങനെ ഗുരുജി എഴുതുവാനായിട്ട്, ബഞ്ച് ഓഫ് തോട്ട്സിനകത്ത് എഴുതുവാനായിട്ട് കാരണക്കാർ ക്രൈസ്തവർ തന്നെയാണ്. അവർ കണ്ട ക്രൈസ്തവരെല്ലാം പോക്കിരികളായിരുന്നു. അവർ കണ്ട ക്രൈസ്തവർ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളാണെന്ന് പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു. പ്രിയപ്പെട്ട കരിമ്പങ്കാല, നിങ്ങൾ ചാനൽ ചർച്ചയിലൊക്കെ പോയിരിക്കുമ്പോൾ ഒരല്പം വിവേകം കാണിക്കണ്ടേ സർ? താങ്കൾ സോഷ്യോളജിയുടെ ഫാക്കൽറ്റി ആണെന്നൊക്കെ പറഞ്ഞല്ലോ. എന്ത് സോഷ്യോളജിയാണ് താങ്കൾക്ക് അറിയാവുന്നത്? എന്ത് സോഷ്യോളജി അറിയാവുന്നത്? ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണെന്നാണ് താങ്കൾ പറഞ്ഞു വെച്ചത്. അജിംഷും അവിടുത്തെ AJ ഫിലിപ്പ് സാറും ഒക്കെ അതിനെ തിരുത്തി, അതുപോലെ നിങ്ങളുടെ ചാനലിൽ കൂടെ ഉണ്ടായിരുന്നവരും അത് തിരുത്തിയിട്ട് പോലും നിങ്ങളെ ഉരുളുകയായിരുന്നില്ലേ? അപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിൽ കയറിയിരിക്കുന്നത് എന്താണ് സാർ? ഒരു മനുഷ്യനെ അധപ്പതിക്കുകയാണെങ്കിൽ, ബഹുമാനപ്പെട്ട മാത്യു ശാമുൽ സാറ് ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറഞ്ഞല്ലോ, മൊണ്ണ എന്ന് വിളിക്കുവാൻ ഇടയായിത്തീർന്നല്ലോ. ഉറപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞത് മൊണ്ണയാണ്. അപ്പം ഇത്രയും അധപ്പതിക്കുമോ നിങ്ങൾ ആ ഒരു കൂട്ടവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ? എന്തൊരു നാണക്കേടാണ് സർ. ക്രൈസ്തവ സമൂഹം ഇവിടെ പോക്കിരികളാണോ? ക്രൈസ്തവ സമൂഹം ഇവിടെ ദേശദ്രോഹികളാണോ? ക്രൈസ്തവരല്ലേ നിങ്ങളെ അക്ഷരം പഠിപ്പിച്ചത്? ക്രൈസ്തവരല്ലേ നിങ്ങളെ വസ്ത്രം ധരിക്കാൻ പഠിപ്പിച്ചത്? അല്ലേ? നിങ്ങൾക്ക് കോണകമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ആ കോണകം മാറ്റി കാൽസ്രാങ്കിടിക്കാനായിട്ട് പരിശ്രമിച്ചത് ആരാണ് സർ? ഇവിടുത്തെ ക്രൈസ്തവരാ. നിങ്ങളുടെ മേൽവസ്ത്രം ധരിക്കാൻ അവകാശം വാങ്ങി തന്ന ആരാണ് സർ? ക്രൈസ്തവരാണ് സർ. നിങ്ങൾ എന്താ അതൊക്കെ മറക്കുന്നത്? നിങ്ങൾക്ക് വൈദ്യ പരിശോധനയ്ക്ക് കാലെ കയറ് കെട്ടിയിട്ട് ദൂരത്ത് നിന്ന് വൈദ്യന്മാർ പരിശോധിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പം ഈ കുഴൽ വെച്ചിട്ട് നെഞ്ചത്ത് വെച്ചും പുറത്തു വെച്ചും പരിശോധിക്കാൻ തക്കവണ്ണം നിങ്ങളെ അഭ്യസിപ്പിച്ചെടുത്തത് ഇവിടുത്തെ ക്രൈസ്തവ മിഷണറിമാരാണ് സർ. നിങ്ങൾ എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് 12 പുരുഷന്മാരെ പ്രാപിക്കാനുള്ള അവകാശമുള്ള നാടായിരുന്നു ഒരു സ്ത്രീക്ക്. അറിയത്തില്ലേ? പത്തപ്പൻ്റെ മക്കൾ എന്നൊക്കെ ഉള്ള വിളി. താങ്കൾ എന്നോട് സംസാരിച്ച കൂടുതൽ പറഞ്ഞല്ലോ, ഞാൻ താങ്കളോട് തന്നെ പറഞ്ഞല്ലോ, താങ്കളൊരു പത്തപ്പൻ്റെ മകനാണെന്ന് അറിയപ്പെടുവാൻ ഞാൻ കൊതിക്കുന്നില്ല എന്ന്. ആ വിധത്തിലേക്ക് അധപ്പതിച്ച് കിടന്ന നാടിനെ ഏകഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് കൊണ്ടുവരികയും കുടുംബജീവിതം എന്താണെന്ന് പഠിപ്പിക്കുകയും മനുഷ്യരെല്ലാവരും തുല്യരാണെന്നും എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും എല്ലാവർക്കും തുല്യമായ നീതി ലഭിക്കണമെന്നൊക്കെ പഠിപ്പിച്ചെടുത്ത ഞങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ ദേശദ്രോഹികളെന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ആ ചാതുർവർണ്ണ ചിന്തകൾ അത് മടക്കി കൊണ്ടുവരുവാനുള്ള കൊതി, മാത്രമല്ല മനുസ്മൃതിയുടെ നടപ്പിൽ വരുത്തണമെന്നുള്ള നിങ്ങളുടെ അതിയായ മോഹം നടക്കൂല അതൊന്നും. ഇത് ഈ നാട്ടിലെ, ഈ രാജ്യത്തിലെ സാധാരണപ്പെട്ട മനുഷ്യർ ഉണ്ടല്ലോ, അവരെല്ലാവരും തന്നെ യഥാർത്ഥത്തിൽ ഒരു സെക്കുലറിസ്റ്റാണ് സാർ. ഡെമോക്രാസിയാണ്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇത് ഹിന്ദു രാഷ്ട്രമല്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ് സാർ. അതെങ്കിലും പഠിച്ചിട്ട് ചാനലിൽ വന്ന് ഇരുന്നിട്ട് പറയണം ഞാൻ സോഷ്യോളജിയുടെ ഫാക്കൽറ്റിയാണെന്ന്. അപ്പോൾ താങ്കൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ അറിവും വിവരവും എവിടെ കിടക്കുന്നു എന്നും കൂടെ ഞങ്ങൾ അതിശയിച്ചു പോവുകയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് തറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ സ്നേഹവും കരുതലും അനുഭവിച്ച് വളരുന്നവരാണ് ഇവിടെയുള്ള മറ്റെല്ലാ വിഭാഗക്കാരും. അവർക്ക് അങ്ങനെ ഒരു ഐത്തം അവരുടെ മനസ്സിലില്ല. അവരെല്ലാവരും ചേർക്കുന്നവരാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഇവിടുത്തെ ഭൂരിപക്ഷം 85% ആളുകൾ പോലും അറിയാതെ അവർക്ക് വേണ്ടി ഒരു മതം ഉണ്ടാക്കിയവരാണ് നിങ്ങൾ. എന്നിട്ട് വീണ്ടും ആ മതത്തിൽ അവരെ തളച്ചിട്ടിട്ട് അവിടെ ഈ വർണ്ണവിവേചനം കൊണ്ടുവരുവാനുള്ള ഉദ്യമം അത് നടക്കയില്ല സർ. ഈ രാജ്യത്ത് നടക്കയില്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും അതിന് ഇളക്കം തട്ടുവാൻ ഇവിടുത്തെ ജനത അനുവദിക്കയില്ല എന്ന് ആണയിട്ട് നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും ചെയ്യട്ടെ. ഞാൻ 1-2 കാര്യം പറയാൻ ആഗ്രഹിക്കുക. ഹൈന്ദവ വിശ്വാസങ്ങൾ വിശാലവും വൈവിധ്യപൂർണവുമാണ്. അതിനാൽ ഹിന്ദുമതം പലപ്പോഴും ഒരു മതം എന്നതിലുപരിയായിട്ട് മതങ്ങളുടെ കുടുംബം എന്നാണ് അറിയപ്പെടുന്നത്. ഈ മതങ്ങളുടെ കുടുംബത്തിലെ ഓരോ മതത്തിലും വ്യത്യസ്തമായ ദൈവശാസ്ത്രങ്ങളും ആചാരങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങളുമുണ്ട്. ഹിന്ദുമതത്തിന് വിശ്വാസത്തിൻ്റെ ആയിട്ടുള്ള പ്രഖ്യാപനത്തിൽ എൻകോഡ് ചെയ്ത ഒരു ഏകീകൃത വിശ്വാസ സമ്പ്രദായമോ ഇല്ല. ബഹുസ്വരത ഉൾക്കൊള്ളുന്ന ഒരു കുട, അതാണ് വാസ്തവത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ദേശത്തെ വിളിച്ചിരുന്ന പേരാണ് ഹിന്ദു. ഇന്ത്യയുടെ മതപരമായ പ്രതിഭാസങ്ങൾ ഇന്ത്യയുടെ സുപ്രീം കോടതി തന്നെ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്.
അത് നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് വായിച്ചു തരാം. ലോകത്തിലെ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി ഹിന്ദുമതം ഒരു പ്രവാചകനെയും അവകാശപ്പെടുന്നില്ല. അതേതെങ്കിലും ഒരു ദൈവത്തെ ആരാധിക്കുന്നില്ല, ഏതെങ്കിലും ഒരു തത്വചിന്തയിൽ വിശ്വസിക്കുന്നില്ല, ഏതെങ്കിലും മതപരമായ ആചാരങ്ങളോ പ്രകടനങ്ങളോ പിന്തുടരുന്നില്ല. വാസ്തവത്തിൽ അതൊരു മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ പരമ്പരാഗത സവിശേഷതകളെ തൃപ്തിപ്പെടുത്തുന്നില്ല. അതൊരു ജീവിത രീതിയാണ്, അതിൽ കൂടുതലൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ആ ജീവിത രീതിയിൽ ഓരോരുത്തർക്കും ഏത് വിശ്വാസത്തിലേക്ക് പോകുവാനും ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ആ വിശ്വാസത്തെ പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇവിടുത്തെ ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അതിന് വിഘാതം വരുത്തുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല സാർ. ഇനിയും ഹിന്ദുയിസം എന്ന പദത്തിന്റെ ഒരൊറ്റ നിർവചനത്തിലെ പ്രശ്നത്തിന്റെ ഒരു ഭാഗം ഹിന്ദുമതത്തിനൊരു സ്ഥാപനമില്ല എന്നതാണ്. ഇത് വിവിധ പാരമ്പര്യങ്ങളുടെ ഒരു സമുന്നയമാണ്, അത് മറന്നു പോകരുത്. അതിനെ നിങ്ങൾ ബ്രാഹ്മണിക്കൽ ഓർത്തോപ്രാക്സി ഒക്കെ ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രസ്താവനകൾ കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകാം എന്നുള്ളതാണ്. അത് നടക്കുകയില്ലെന്ന് ഇവിടുത്തെ സാമാന്യ ജനത്തിനറിയാം. ഹിന്ദുമതത്തിന്റെ ഏകീകൃത സിദ്ധാന്തമായി ഈശ്വരവാദം ഉപയോഗിക്കാനും പ്രയാസമാണ്. കാരണം ചില ഹിന്ദു തത്വചിന്തകൾ സൃഷ്ടിയുടെ ഒരു ദൈവശാസ്ത്രം സ്ഥാപിക്കുമ്പോൾ മറ്റ് ഹിന്ദുക്കൾ നിരീശ്വരവാദികളാണ്. മനസ്സിലായില്ലേ? അവര് നിരീശ്വരവാദികളാണ്, ദൈവമില്ലാത്തവരാണ്, അല്ലെങ്കിൽ അഗ്നോസ്റ്റിക്സ് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് രവിചന്ദ്രൻ എന്ന് പറയുന്ന നാട്ടിലെ നമ്മുടെ പ്രൊഫസർ രവീന്ദ്രൻ മാഷ് കേരളത്തിൽ ഉടനീളം നടന്ന് ദൈവമില്ല എന്ന് വാദിക്കുന്ന നാട്ടിലെ നിരീശ്വരവാദികളുടെ ഏറ്റവും വലിയ പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ രേഖകളിലും ഹിന്ദു എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ മക്കളുടെ രേഖകളിലും ഹിന്ദു എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. അതിവിടുത്തെ ഒരു ദേശീയതയുടെ അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ പേര് പോലെ തന്നെ ഉള്ളൂ അതിനകത്ത്. മനസ്സിലായില്ലേ? അപ്പം അത് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ബുദ്ധി നമുക്കുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്രൈസ്തവരെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലുള്ള വാക്കുകളൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് വരികയില്ല. അപ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങളുള്ളവരാണ്. അതിൻ്റെ ഇടയിൽ ഭിന്നതകൾക്കിടയിലും ഒരുമയുടെ ബോധം നമുക്കുണ്ടെന്നുള്ളത് നാം മറന്നു പോരുത്. മിക്ക ഹിന്ദു പാരമ്പര്യങ്ങളും മതപരമോ വിശുദ്ധമോ ആയ സാഹിത്യമായ വേദങ്ങളെ ബഹുമാനിക്കുന്നു. ഗ്രന്ഥങ്ങൾ പുരാതന സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ഹിന്ദുക്കളുടെ അഭിമാനത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാ വേദങ്ങളെയും എല്ലാ ഈശ്വരന്മാരെയും തള്ളുവാനും കൊള്ളുവാനുമുള്ള അവകാശമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഏറ്റവും യാഥാസ്ഥിതിക മേഖലകളിൽ പോലും വേദങ്ങളോടുള്ള ബഹുമാനം വളരെ ലളിതമാണ്, അതും മറന്നു പോരുത്. അതിനുശേഷമാണ് പിന്നീട് ഈ ചാതുർവർണ്ണയങ്ങളൊക്കെ ഇവിടെ രൂപപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിനെയാണ് നിങ്ങൾ സനാതനം എന്ന് വിളിക്കുന്നതെങ്കിൽ അതും അപകടകരമാണ് എന്നുള്ളത് ഡിബേറ്റുകളിലൂടെ ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ആ രീതിയിലേക്ക് വീണ്ടും നാടിനെ കൊണ്ടെത്തിക്കണമെന്ന് ബോധപൂർവം ശ്രമിക്കുന്നവർ ഇവിടുത്തെ ചില കരിമ്പൻ കാലാക്കാരെ കൂട്ടുപിടിച്ചിട്ട് ക്രൈസ്തവ സമൂഹം, സുവിശേഷ പ്രവർത്തകർ, മിഷണറിമാർ, അച്ഛന്മാർ, കന്യാസ്ത്രീകൾ, പാസ്റ്റേഴ്സ് അവരെല്ലാം തന്നെ ദേശദ്രോഹികളാണെന്നുള്ള ആ വാദവുമായിട്ട് മുന്നോട്ട് വരികയാണ്. ഇതിൻ്റെ കൂടുതൽ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ കഴിയുകയില്ല. ശ്രീ AJ ഫിലിപ്പ് സാറ് വളരെ കൃത്യമായിട്ട് ചാനൽ ചർച്ചയിൽ പറഞ്ഞ കാര്യം നിങ്ങളുടെ അറിവിലേക്ക് പറയാം. അദ്ദേഹം പറഞ്ഞു, ഈ RSS നേതാവടക്കം അവരാരും തന്നെ ട്രൈബൽസിനെ വിളിക്കുന്നത് അവര് ആദിവാസികൾ എന്നല്ല, മറിച്ച് വനവാസികൾ എന്നാണ്. അതുകൊണ്ടാണ് വനവാസി കല്യാണം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത്. വനവാസികൾ അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതിന് പ്രത്യേക കാരണമുണ്ട്. അവർ ആദിവാസികളാണെന്ന് വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ ആ വിധത്തിൽ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അവർക്ക് ആ വിധത്തിലുള്ള ഒരു സ്വത്വബോധം കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ വിളിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവര് വരത്തന്മാരാണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ആ വരത്തന്മാരാണെന്നുള്ള ബോധം ജനഹൃദയങ്ങളിൽ വീണ്ടും ഉദിക്കും. അവർക്കറിയാം, ജനങ്ങൾക്കറിയാം അവർ വരത്തന്മാരാണെന്നുള്ളത്. നമുക്കറിയാവുന്ന പോലെ 4 കുടിയേറ്റമാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത്. ഒന്നാമത്തെ കുടിയേറ്റം ഈ വനവാസികളിൽ നിന്ന് നിങ്ങൾ വിളിക്കുന്നതായിട്ടുള്ള ഇവിടുത്തെ ആദ്യത്തെ കുടിയേറ്റക്കാരായിരുന്ന ആദിവാസികൾ, അത് നിഗ്രിറ്റോസിന്റെ കുടിയേറ്റം കൊണ്ട് സംഭവിച്ചതാണ്. രണ്ടാമത്തേത് പ്രോട്ടോ ഓസ്ട്രേലിയൻസ്, ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞങ്ങൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ഈ സൗത്ത് ഇന്ത്യയിലുള്ളവർ.
മൂന്നാമത്തേത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് കുടിയേറി വന്നതായിട്ടുള്ള മംഗോളിയൻസ്. നാലാമത് വരത്തന്മാരായി വന്ന ആര്യന്മാരാണ് സർ ഇവിടെ ചാതുർവർണ്ണയവുമായിട്ട് വന്ന് ഇപ്പോഴും അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത്. ഏറ്റവും അവസാനത്തെ കുടിയേറ്റം നിങ്ങളുടേതായിരുന്നു. അപ്പോൾ നിങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ മേൽ വാഴാനായിട്ടും മേൽക്കോയ്മ നടത്തുവാനായിട്ടും നിങ്ങളുടെ മതം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്തിൽ ശബ്ദിക്കുവാനും കൃത്യമായ കാര്യങ്ങൾ പറയുവാനും ചോദ്യം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങളുടെ പിതാക്കന്മാർ എഴുതി വച്ചിരിക്കുന്ന ഭരണഘടന ഞങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണ് ഈ ഭരണഘടന. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ വനവാസികളായിട്ട് നിങ്ങൾ വിളിക്കുന്ന വനവാസികൾ ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ടാണ് അവര് സമൂഹത്തിന്റെ ഭാഗമായി തീർന്നത്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ പോലും അവരെ കൈക്കൊള്ളാതെ, അവരെ ഐഡന്റിഫൈ ചെയ്യാതെ, അവരെ രജിസ്റ്ററിൽ, നമ്മുടെ രാജ്യത്തിന്റെ രജിസ്റ്ററിൽ പോലും ഉൾപ്പെടുത്താതെ ഇരുന്ന സമയത്ത്, ഉദാഹരണം പറഞ്ഞുതരാം, ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ബസ്തർ മേഖലയിൽ അന്ന് ക്രിസ്തീയ മിഷണറിമാര് കാടുകളിലേക്ക് പോയിട്ട് 300ഓളം വില്ലേജുകൾ ഐഡന്റിഫൈ ചെയ്തു. 300ഓളം വില്ലേജുകളിൽ ജനങ്ങൾ പാർക്കുന്നുണ്ടെന്നും അവരെ ഗോത്രവർഗക്കാരാണെന്നുള്ളതും ലോകത്തിന് തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് സാർ. കാരണം ഞങ്ങൾക്ക് ഗോത്രവർഗക്കാരെന്ന് വ്യത്യാസമില്ല, ദളിതനെന്ന് വ്യത്യാസമില്ല, സവർണനെന്ന് വ്യത്യാസമില്ല, അവർണനെന്ന് വ്യത്യാസമില്ല, മുസ്ലിം എന്ന് വ്യത്യാസമില്ല. അവന് ഏത് വിഭാഗത്തിൽ ഉൾപ്പെട്ടവനായിരുന്നാലും അവരെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. ക്രൈസ്തവ പാരമ്പര്യം സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും താങ്ങി എടുക്കുന്ന, കോരിയെടുക്കുന്ന, ചേർത്തണയ്ക്കുന്നതിൻ്റെയും ഒരു പാരമ്പര്യമാണ്. അത് നിങ്ങൾക്ക് വേദന ഉളവാക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങളത് ചെയ്യുമ്പോൾ ജനത്തിന് മനസ്സിലാകും ഞങ്ങൾ സേവിക്കുന്ന ദൈവം സത്യവാനായ ദൈവമാണെന്നും ഈ സത്യദൈവത്തിൽ കൂടെ നമുക്കൊരു സ്വത്വബോധം വരുമെന്നും ആ സ്വത്വബോധത്തിൻ്റെ ഭാഗമായി നിത്യതയുടെ അനുഭവത്തിലെത്താൻ കഴിയുമെന്നുള്ള ബോധ്യം അവർക്ക് വരുന്നത് നിങ്ങളെ സംബന്ധിച്ച് വലിയ വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ ദേശദ്രോഹികൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മാന്യപ്രേക്ഷകരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയുമെന്ന് പഴയക്കാർ പറയുന്നത് പോലെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇവിടുത്തെ ക്രിസംഗികളുടെ തലക്കേറ്റ ഏറ്റവും വലിയ അടിയാണ്, കരണത്തേറ്റ അടിയാണ് ക്രിസ്മസിന്റെ നാളുകളിൽ ഉണ്ടായെന്ന് ശ്രീ കെന്നഡി പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ആദരണീയനായ മോഹൻ ഭഗവത്ജി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ തലക്കേറ്റ അടിയാണ്. നിങ്ങൾക്ക് എന്ത് സമാധാനമാണ് അതിന് പറയാനായിട്ടുള്ളത്? നന്ദി, നമസ്കാരം.